സോ കീം 2024 വളരെ അധികം പ്രധാനപ്പെട്ട വീഡിയോ ആണ്. നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ കാലമായി നിങ്ങൾ കാത്തിരിക്കുന്നു എന്ന് ഓപ്ഷൻ കൊടുക്കണം. സോ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കാം. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് വിളിക്കുന്ന പേരാണ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന്. അതും കൂടി CAP എന്നും കൂടി പറയാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് ഫാർമസിക്ക് നിങ്ങൾക്ക് കോളേജ് ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വെബ്സൈറ്റ് അതായത് www.ce.kerala.gov.in എന്ന സൈറ്റിൽ ചെന്നിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് പ്ലസ് ക്യാപ്ച കോഡ് അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അത് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും വരും. ചിലർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നോക്കാൻ ഞാൻ പറഞ്ഞത്. അത് കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കൊരു OTP ആദ്യം അടിക്കേണ്ടി വരും. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൻ്റെ OTP അടിക്കേണ്ടി വരും. OTP അടിച്ചതിന് ശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞൊരു ഫീസ് അവിടെ കൊടുക്കണം. ചിലർക്ക് 2000, ചിലർക്ക് 500 അങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് ജസ്റ്റ് ആയിട്ട് വായിക്കാം. അപ്പോൾ ആ ഫീസും കൂടി നിങ്ങൾ അടയ്ക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ കോളേജും അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിനൊരു ഡെമോ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. തൽക്കാലം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും ആരെങ്കിലും ഒന്ന് എൻ്റെ മെയിലിലേക്ക് അയച്ചിട്ടാണെങ്കിൽ എനിക്ക് സിമ്പിളായിരിക്കും. അപ്പോൾ അതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5/8/2024 ഓഗസ്റ്റ് 5 രാവിലെ 11 മണിക്ക് ശേഷം ഒരാൾക്കും ഓപ്ഷൻ കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം, നിങ്ങൾക്ക് അതിനുശേഷം എക്സ്റ്റെൻഡ് കിട്ടുമെന്നൊക്കെ പലരും വിചാരിക്കുന്നുണ്ട്. അതൊന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം നമുക്ക് ഒരു ചാൻസും ഇല്ല അതിന്. കാരണം വെച്ചാൽ അതിനുശേഷം അടുത്ത അലോട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ അതിന് വേണ്ടി കാത്തിക്കരുത്. ഇപ്പം തന്നെ കൃത്യമായിട്ട് കൊടുക്കുക. 2-3 തീയതികൾ തന്നെ കൊടുത്ത് തീർക്കാം. 5/8/2024 11 മണിക്കാണ് നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ്. സോ അതിന് വരെ വെയിറ്റ് ചെയ്ത് നേരത്തെ. അപ്പോൾ ഒന്നുമില്ല, ലോഗിൻ ചെയ്യുക, ഓപ്ഷൻസ് കൊടുക്കുക, കൃത്യമായിട്ടുള്ള കോളേജ് ഓപ്ഷൻസ് ഇപ്പോൾ ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെ ഒരു വീഡിയോ നമ്മൾ അത് വേറെ ചെയ്യുന്നുണ്ട്, വരുന്നതായിരിക്കും. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. സോ ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ഒരു വാട്സപ്പ് ബോട്ട് ഉണ്ട്. നിങ്ങളുടെ കീം ജേണിയിൽ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടൊരു വാട്സപ്പ് ബോട്ടാണ്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കീം കൗൺസിലിംഗ്, അതേപോലെ തന്നെ കീമിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതേപോലെ തന്നെ കീമിൻ്റെ ബ്രാഞ്ചസ് എങ്ങനെ സെലക്ട് ചെയ്യണം, അങ്ങനെ കുറേ ഡാറ്റാസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് ബോട്ടാണ്. സോ എല്ലാവരും കമൻറ്റ് ബോക്സ് കൊടുത്ത ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കും ക്ലിക്ക് ചെയ്തിട്ട് എൻറോൾ ചെയ്യുക. ഹൈലി യൂസ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ OTP ലോഗിൻ ചെയ്തു, ഓപ്ഷൻ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തു, OTP അടിച്ച് കഴിഞ്ഞു. അതിനുശേഷം ഫീസ് അടക്കേണ്ടി വരും. ദോസ് കാൻഡിഡേറ്റ്സ് ഹു വിഷ് ടു രജിസ്റ്റർ ഓപ്ഷൻ വിൽ ഹാവ് ടു റെമിറ്റ് രജിസ്ട്രേഷൻ ഫീ ഓഫ് 2000 rupees ടു ദ കമ്മീഷണർ ഫോർ ദ എൻട്രൻസ് എക്സാമിനേഷൻ. പിന്നെ കാര്യം വെച്ചാൽ ഈ 2000 നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീയിലേക്ക് ആഡ് ആവുന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതേപോലെ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST OEC ആൻഡ് ദോസ് ആസ് പെർ ഇതിലുള്ള ഈ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് 500 രൂപ അടച്ചാൽ മതി. 500 രൂപ അടച്ചാൽ മതി രജിസ്ട്രേഷൻ ഫീ. ദ രജിസ്ട്രേഷൻ ഫീ ഓഫ് സച്ച് കാൻഡിഡേറ്റ്സ് ഹു ടേക്ക് അഡ്മിഷൻസ് ഇൻ ദ അലോട്ടഡ് കോഴ്സ് കോളേജ് വിൽ ബി അഡ്ജസ്റ്റഡ് ഇൻ ദ കോഷൻ ഡെപ്പോസിറ്റ്. ദ രജിസ്ട്രേഷൻ ഫീ ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് ഗെറ്റ് അലോട്ട്മെന്റ് വിൽ ബി റീഫണ്ടഡ്. The registration fee of those candidates who do not take admission will be treated as penalty and will not be refunded. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫീസ് അടച്ചു, ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് തരും. ഓക്കെ, അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടിക്ക് റീഫണ്ട് ചെയ്യുക. അതുപോലെ ഫീസ് അടച്ചു, ഓപ്ഷൻ കിട്ടി, കോളേജിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പെനാൽറ്റി ആയിരിക്കും, റീഫണ്ട് ചെയ്യില്ല. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് റീഫണ്ട് ചെയ്യും. അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, പെനാൽറ്റിയൊക്കെ അവരെടുക്കും, റീഫണ്ട് ചെയ്യില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അല്ലാത്തവർക്ക് കോഷൻ ഡെപ്പോസിറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ ട്യൂഷൻ ഫീസിലേക്കൊക്കെ റെമിറ്റ് ആവും. SC ST OECക്കാർക്ക് ട്യൂഷൻ ഫീസ് ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് കോഷൻ ഡെപ്പോസിറ്റിലേക്കാണ് ആ ഫീസ് കയറുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അലോട്ട്മെൻറ്റിനെ കുറിച്ചിട്ടും ഓപ്ഷൻസിനെ കുറിച്ചും കുറേ വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഡൗട്ടിലും കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. It's for you, not for me.